ഹായ്, നമുക്ക് ഒരു ഫീച്ചർ എങ്ങനെ ഓട്ടോമൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മാസ് മെസ്സഞ്ചർ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഒരു സി ആർ എമ്മിലുള്ള ഡാറ്റ, എൻക്വയറീസുള്ള ഡാറ്റ നമ്മൾ മറ്റൊരു സി ആർ എമ്മിലേക്ക് മെസ്സേജ് അയച്ച ശേഷം മാറ്റുക. അതെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു, ഇമേജിൻ്റെ കണ്ടൻറ്റ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നും നിലവിലുള്ള സി ആർ എമ്മിൽ നിന്ന് ഈ ഐറ്റം, ഈ ഒരു സാധനം റിമൂവ് ആവണം, മറ്റൊരു സി ആർ എമ്മിലേക്ക് അത് ആഡ് ആവണം. അതിന് ആഡ് ആക്ഷൻ കൊടുത്തു, സി ആർ എം ടാബ് ക്ലിക്ക് ചെയ്തു, റിമൂവ് ഓൾ സി ആർ എം കൊടുത്തു. അതിനുശേഷം വീണ്ടും ആഡ് ആക്ഷനിൽ വന്നു, സി ആർ എം ടാബ് എടുത്തു, ആഡ് ടു എ സി ആർ എം കൊടുത്തു. ദെൻ നമ്മുടെ സി ആർ എം ക്യൂറി മാറ്റിയിട്ട് നമ്മളവിടെ വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ്. ഓക്കെ, ഈ സംഭവം നമുക്ക് ഓരോ എൻട്രി ചെയ്യുന്നതനുസരിച്ചിട്ട് അടുത്ത സി ആർ എമ്മിലേക്ക് ഈ സംഭവം കയറി വരും. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞത് ഇൻ്റർവെൽ സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നമ്പർ ബ്ലോക്ക് ആവാതിരിക്കാനുള്ള ഓപ്ഷൻസാണ്. സോ മെസ്സേജ് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ 8 ഉണ്ടായിരുന്നത്, ഇതിപ്പം 9 ഉണ്ടായിരുന്നത് 8 ആയിരുന്നു, ഇത് 31 ആയിട്ട് മാറി. നമുക്ക് നോക്കാം ആളിപ്പോൾ ഏത് ഇതിലാണ് നിൽക്കുന്നത്. സോ ഇത് 7 ആയി, ഇത് 32 ആയി മാറിയിട്ടുണ്ട്. ഇതൊരു ഡെമോ പർപ്പസിനായിട്ട് ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ. താങ്ക് യു.